സൗഖ്യം അവന്റെ ദാനമാണ്, അത് കർത്താവ് നമുക്ക് വേണ്ടി കരുതിയിട്ടുണ്ട്. പ്രോസ്പെരിറ്റി ദൈവത്തിന്റെ ദാനമാണ്, അത് കർത്താവ് നമുക്ക് വേണ്ടി കരുതിയിട്ടുണ്ട്. കരുതുന്നവൻ ഞാനല്ലയോ, കലങ്ങുന്ന എന്തിനു നീ. കരുതുന്നവൻ ഞാനല്ലയോ, കലങ്ങുന്ന എന്തിനു നീ. കണ്ണുനീരിൻ്റെ താഴ്വരയിൽ കൈവിടുക. കഴിഞ്ഞൊരു 2 ആഴ്ചകൾക്ക് 3 ആഴ്ചകൾക്ക് മുമ്പ് യഹോവ റാഫ എന്ന വിഷയം ഇവിടെ നമ്മൾ സംസാരിക്കുകയുണ്ടായി. എന്നാൽ ഇന്ന് യഹോവ ഇരേ, എൻ്റെ അർത്ഥം ദ ലോർഡ് വിൽ പ്രൊവൈഡ്. നമ്മുടെ ആവശ്യങ്ങൾ ഓരോന്നായി സ്തോത്രത്തോടെ കർത്താവിനോട് അറിയിക്കുമ്പോൾ നമ്മൾക്ക് വേണ്ടി നൽകിത്തരുന്ന ഒരു കർത്താവാണ് നമ്മുടെ യഹോവ. പഴയ നിയമകാലത്ത് അനേക ഭക്തന്മാർക്ക് വേണ്ടതെല്ലാം കർത്താവ് നൽകി. പുതിയ നിയമകാലത്ത് വരുമ്പോഴും കർത്താവിൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി കർത്താവ് എല്ലാം നൽകിയതായിട്ട് നമ്മൾ കാണുന്നു. കഷ്ടങ്ങൾ, പ്രയാസങ്ങൾ, പ്രതികൂലങ്ങളിൽ കൂടെ കടന്നു പോകുമ്പോൾ യേശുവിലേക്ക് നോക്കി അവർ രക്ഷ പ്രാപിക്കുകയും സൗഖ്യം പ്രാപിക്കുകയും ചെയ്തതായി കാണുന്നു. ഇന്ന് നാം ഇവിടെ ആയിരിക്കുന്നത് മറ്റാരുടെയും മനുഷ്യരുടെ മുഖം കാണുവാനല്ല, പിന്നെ നാം ഇവിടെ വന്നിരിക്കുന്നത് യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കി യേശുവിനെ കാണുവാനാണ്. നാം ഇവിടെ കേൾക്കുന്നതായിട്ടുള്ള വചനങ്ങൾ എല്ലാം ഈ തിരുവചനത്തിൽ നിന്ന് മാത്രമാണ്. ഇതിന് വിരുദ്ധമായിട്ട് ആരെങ്കിലും സംസാരിച്ചാൽ അതിൻ്റെ ശിക്ഷാവിധി നമ്മൾ അനുഭവിക്കേണ്ടതായിട്ട് വരും. ഞാൻ 1-2 വാക്യങ്ങൾ അതേക്കുറിച്ച് പറഞ്ഞ ശേഷം വചനത്തിലേക്ക് കടക്കാം. എനിക്കറിയാൻ സമയം വളരെ കുറച്ചേ ഉള്ളൂ നമ്മുടെ മുമ്പിൽ. എങ്കിലും 2 തിമോത്തിയോസ് 3-ാം അധ്യായത്തിൻ്റെ 16-17 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, എല്ലാ തിരുവെഴുത്തും ദൈവശാസ്ത്രീയമാകയാൽ ദൈവത്തിൻ്റെ മനുഷ്യൻ സകല സൽപ്രവർത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസത്തിനും പ്രയോജനമുള്ളതാകുന്നു. ഈ തിരുവചനം പരിശുദ്ധാത്മാവിനാൽ എഴുതപ്പെട്ട സ്വർഗത്തിൽ സ്ഥിരമായിരിക്കുന്ന ദൈവത്തിൻ്റെ തിരുവചനങ്ങളുടെ ഒരു ചെറിയ പകർപ്പ് മാത്രമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഈ വചനത്താലാണ് നമ്മൾ ജീവിക്കേണ്ടതും. ഈ വചനമനുസരിച്ച് ജീവിച്ചില്ലെങ്കിൽ ഈ വചനപ്രകാരമാണ് നമ്മൾ ശിക്ഷാർഹരായി തീരുന്നതും. ന്യായവിസ്താര സമയത്ത് ഈ വചനങ്ങൾ അനുസരിക്കാത്തവർക്ക് അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതെങ്കിലും തീയതെങ്കിലും തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് ഇവിടെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടി വരും എന്നുള്ളത് ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഈ വചനം വളരെ ശക്തിയേറിയതാണ്. വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യം, ഈ പ്രവചന പുസ്തകത്തിലെ വചനത്തിൽ നിന്ന് ആരെങ്കിലും വല്ലതും നീക്കിക്കളഞ്ഞാൽ ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ജീവവൃക്ഷത്തിലും വിശുദ്ധ നഗരത്തിലും എന്താണ് ഉള്ള അംശം? നീക്കിക്കളയും. ദൈവം നീക്കിക്കളയും, അല്ലേ? അപ്പോ ഈ വചനം പ്രകാരമാണ് നാം ജീവിക്കേണ്ടത്, അല്ലേ? ഒരു വാക്യം കൂടെ ഞാൻ വായിക്കാം. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ, ഈ പ്രവചനത്തിന്റെ വാക്കുകൾ വായിച്ച് കേൾപ്പിക്കുന്നവനും കേൾക്കുന്നവരും അതിലെഴുതിയിരിക്കുന്ന പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാർ, സമയം അടുത്തിരിക്കണം. അപ്പോ വായിക്കുന്നവര്, വായിച്ച് കേൾപ്പിക്കുന്നവര്, ഇതനുസരിക്കുന്ന പ്രമാണിക്കുന്നവര് ഒക്കെയും ഭാഗ്യവാന്മാർ. അനേക ഭാഗ്യവാന്മാർ നമുക്കറിയാം ഈ ലോകത്തിലുണ്ട്. അങ്ങനെയുള്ള ഭാഗ്യങ്ങളൊന്നുമല്ല ആത്മീയ ജീവിതത്തിൽ. ഒന്ന് ഭൗമജീവിതം,
പിന്നീട് ആത്മീയ ജീവിതം. ഈ ലോകത്തിൽ നമ്മളായിരിക്കുമ്പോൾ, ഭൂമിയിലായിരിക്കുമ്പോൾ ഭൗമമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ആവശ്യമാണ്. എന്നാൽ അപ്പോൾ തന്നെ നമ്മളെ സ്വർഗസ്ഥലങ്ങളിൽ ഇരുത്തിയിരിക്കുന്നു. അപ്പോൾ നമ്മൾ ആത്മതലമുണ്ട്, പിന്നെന്തുകൊണ്ട്? ഭൗമതലമുണ്ട്. ഭൗമതലത്തിൽ ഇരുന്ന് നമ്മൾ കർത്താവിനോട് ചേർന്നിരിക്കുമ്പോൾ ഇപ്പോൾ നമ്മൾ ഇവിടെ ഇരിക്കുന്നത് ആത്മതലത്തിലാണ്. കാരണം ഇവിടെ പാട്ടുണ്ട്, വചനമുണ്ട്, സന്തോഷമുണ്ട്, സമാധാനമുണ്ട്, സൗഖ്യമുണ്ട്, എല്ലാം ഇവിടെയുണ്ട്. അതുകൊണ്ട് ഇതേ ഒരു അവസ്ഥയിൽ നാം എപ്പോഴും ഇരിക്കണമെന്നാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. യഹോവ ഇരേ, ദ ലോർഡ് ഹു പ്രൊവൈഡ്. ദൈവം നമുക്ക് വേണ്ടി കരുതുന്നവനാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലങ്ങളും അവൻ്റെ മേലിട്ടു. 1 Peter chapter 5 verse 7 നമ്മൾ വായിക്കുമ്പോൾ പ്രകാരം, അവൻ നിങ്ങൾക്കായി കരുതുന്നവനാകിയാൽ സകല ചിന്താകുലങ്ങളും, നിങ്ങളുടെ സകല ചിന്താകുലങ്ങളും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുക. കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. സ്വർഗ്ഗപിതാവേ, നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ സമയം ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ സന്നിധിയിലേക്ക് വരുന്നു. തിരുവചന പ്രകാരം കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, സഹായിക്കണമേ. വചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് കടന്ന് ഞങ്ങളോട് സംസാരിച്ച് ഞങ്ങൾക്ക് വേണ്ടത് നൽകണമേ. സന്തോഷത്തോടെ സമാധാനത്തോടെ കടന്നു പോകുവാൻ കർത്താവ് കൃപ ചെയ്യണമേ. വചനത്തിനായി സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. ഒരിക്കൽ കൂടെ നമുക്ക് വായിക്കാം. അവൻ നിങ്ങൾക്കായി കരുതുന്നവനാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുക. അങ്ങനെ ചെയ്യുന്ന എത്ര പേരുണ്ട് ഇവിടെ? കർത്താവ് നമ്മൾക്കായി കരുതുന്നവനാകിയാൽ നമ്മുടെ സർവ ചിന്താകുലങ്ങളും. എന്താണ് ചിന്താകുലം? ആൻസൈറ്റി, ഉത്കണ്ഠ, ആശങ്ക. എന്താണ് ആൻസൈറ്റി? നമുക്കെല്ലാം ആൻസൈറ്റിയാണ്. എന്താണ്? അടുത്ത നിമിഷം എന്ത് സംഭവിക്കും? ഒരു തലവേദന വന്നാൽ ഉടനെ ആൻസൈറ്റിയാണ്. എന്താണ്? ഇത് ക്യാൻസർ ആണോ? ഭയങ്കര ആൻസൈറ്റിയാണ്. ഭൗതികമായിട്ടുള്ള വിഷയങ്ങൾ, ശാരീരികമായിട്ടുള്ള വിഷയങ്ങളിലൊക്കെ നമുക്ക് ഭയങ്കര ആൻസൈറ്റിയാണ്, ഒരുപാട് കാര്യങ്ങൾ. എന്നാൽ കർത്താവ് പറയുന്നു, നിങ്ങളുടെ സർവ ചിന്താകുലങ്ങളും എൻ്റെ മേലിട്ടുകൊള്ളുക, ഞാൻ നിങ്ങളെ പുലർത്താം. സത്യം പറഞ്ഞ നമ്മുടെ ജീവിതത്തിൻ്റെ പ്രയാസഭാരങ്ങൾ ഏറ്റുകൊണ്ട് നടക്കാൻ നമ്മൾക്ക് കഴിയുമോ? എന്നെക്കൊണ്ട് കഴിയത്തില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? നമ്മൾ എന്ത് ചെയ്യും? കർത്താവേ, ഈ വചനപ്രകാരം സർവഭാരങ്ങളും അങ്ങയുടെ മേലിട്ടുകൊള്ളും. വചനമാണ് നമ്മളെ നിലനിർത്തുന്നത്. ഡു യു ബിലീവ് ദാറ്റ്? വിശ്വാസയോഗ്യമായ ഒന്നേ ഉള്ളൂ, ദൈവത്തിൻ്റെ വചനം. വചനം നമ്മുടെ വായിൽ എപ്പോഴും ഉണ്ടെങ്കിൽ അത് നമ്മളെ നിലനിർത്തുകയും നടത്തുകയും ചെയ്യും. രോഗിയായി ഇരിക്കുന്ന ഒരു വ്യക്തി ഡോക്ടേഴ്സിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അവർ ചില ആശ്വാസ വാക്കുകളൊക്കെ പറയും, അതിന് മരുന്നും കൊടുക്കും. എന്നാൽ യേശുവിൻ്റെ അരികിലേക്ക് വന്നു കഴിഞ്ഞാൽ വ്യത്യസ്തമായ ഒരു രീതിയാണ്. കർത്താവ് ആർക്കും മരുന്ന് കൊടുത്തിട്ടില്ല. പക്ഷെങ്കിൽ കർത്താവ് പക്ഷപാതക്കാരനോട് പറഞ്ഞു, നിന്റെ കിടക്ക എടുത്ത് നടക്കാൻ പറഞ്ഞു. പലരെയും പല രൂപത്തിലാണ് കർത്താവ് ഡീൽ ചെയ്തത്. അപ്പം നമ്മുടെ ജീവിതത്തിൽ നാം ഏറ്റവും അധികം കർത്താവിലുള്ള വിശ്വാസം എന്താണ്? അവൻ എനിക്കായി കരുതുന്നൊരു കർത്താവുണ്ട്. ആ കർത്താവിലാണ് ഞാൻ ആശ്രയിക്കുന്നതും ഞാൻ ആ കർത്താവിൽ പൂർണ്ണമായി ആശ്രയിച്ചാണ് ജീവിക്കുന്നതും എന്നുള്ള ഒരു പ്രത്യാശയും നമുക്കുണ്ടായിരിക്കണം. അവൻ നിങ്ങൾക്കായി കരുതുന്നവനാകിയാൽ സർവ ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവിൻ. നമുക്കറിയാം, മരുഭൂമിയിൽ ഇസ്രായേലിന് ദൈവം എല്ലാം കൊടുത്തു. ആവർത്തന പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ, നിന്റെ ദൈവമായ യഹോവ നിന്റെ കൈകളുടെ സകല പ്രവൃത്തിയിലും നിന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു. ഈ മഹാമരുഭൂമിയിൽ നീ സഞ്ചരിക്കുന്നത് അവൻ അറിഞ്ഞിരിക്കുന്നു. ഈ 40 സംവത്സരം നിന്റെ ദൈവമായ യഹോവ നിന്നോടുകൂടെ ഇരുന്നു, നിനക്ക് യാതൊരു മുട്ടും വന്നിട്ടില്ല. 40 സംവത്സരം മരുഭൂമിയിൽ.
നോഹയും കുടുംബവും 40 രാവും 40 പകലും പെട്ടകത്തിനുള്ളിലായിരുന്നു. അതോടൊപ്പം സർവ്വമൃഗങ്ങളും ഉണ്ടായിരുന്നു. അവർക്ക് എവിടുന്ന് ഭക്ഷണം? എല്ലാത്തിനാലും അടയ്ക്കപ്പെട്ടിരിക്കുന്ന പെട്ടകത്തിനുള്ളിൽ 40 രാവും 40 പകലും മഴ പെയ്തുകൊണ്ടിരിക്കുന്നു. അവിടെ അവർക്ക് ഭക്ഷണം ദൈവം കൊടുത്തില്ലേ? 1600 അടി ഏകദേശം ഉയരത്തിൽ വെള്ളമുള്ളപ്പോഴും ദൈവം അവരെ സംരക്ഷിച്ചില്ലേ? കരുതുന്നവൻ നമ്മുടെ കർത്താവാണ്. എത്ര പേർക്ക് പൂർണ്ണമായി അതൊന്ന് ഏറ്റെടുക്കാൻ കഴിയും? എനിക്ക് വേണ്ടി കരുതുന്നവൻ ഞാനല്ലയോ, കലങ്ങുന്ന എന്തിനു നീ? കരുതുന്നവൻ ഞാനല്ലയോ, കലങ്ങുന്ന എന്തിനു നീ? കണ്ണുനീരിൻ്റെ താഴ്വരയിൽ കൈവിടുക ഇല്ല ഞാൻ നിന്നെ. കണ്ണുനീരിൻ്റെ താഴ്വരയിൽ കൈവിടുക ഇല്ല ഞാൻ നിന്നെ. എല്ലാവരും നിന്നെ മറന്നാൽ ഞാൻ നിന്നെ മറന്നിടുമോ? എല്ലാവരും നിന്നെ മറന്നാൽ ഞാൻ നിന്നെ മറന്നിടുമോ? എൻ്റെ നിന്നെ വഹിച്ചു എന്നും നടത്തിടും ധരയിൽ. എൻ്റെ കരത്തിൽ എന്നും നടത്തിടും ധരയിൽ. കരുതുന്നവൻ ഞാനല്ലയോ, കലങ്ങുന്നതെന്തിനു നീ? കണ്ണുനീരിൻ്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. കണ്ണുനീരിൻ്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. കണ്ണുനീരിന്റെ താഴ്വരയിൽ കൂടി പോടുമ്പോൾ, വേദനകളാൽ പിടയുമ്പോൾ, യേശുവേ എന്നത് വിളിക്കുമ്പോൾ കൈവിടുകയില്ല. ഓടി നടക്കുമ്പോൾ നമുക്ക് യേശുവേ എന്ന് വിളിക്കാൻ പറ്റുമോ? എന്നാൽ നമ്മളൊരു ഹോസ്പിറ്റൽ കിടക്കയിലാകുമ്പോൾ, ഓടി നടന്ന വളരെ ആരോഗ്യമുള്ള ഒരു വ്യക്തിയെ കഴിഞ്ഞ ദിവസം ഹോസ്പിറ്റലിൽ ഞങ്ങൾ വിസിറ്റ് ചെയ്തു. യൂറിൻ പോകാതെ വായുമൊക്കെ കെട്ടി, ഒരിക്കലും പ്രതീക്ഷിക്കാത്ത എന്തോ സംഭവിച്ചു. ഓടി നടന്ന ജോലികൾ ചെയ്തിരുന്ന ഒരു വ്യക്തി ഇന്നലെ കണ്ടപ്പോൾ കിടക്കയിൽ നിന്ന് എഴുന്നേക്കാൻ വയ്യ. വടിയുടെ സഹായത്തോടെ എഴുന്നേറ്റ് നടക്കാൻ പോലും വയ്യാത്ത അവസ്ഥ. പ്രിയമുള്ളവരെ, നാം ഇവിടെ ആയിരിക്കുന്നത് എത്ര ആരോഗ്യത്തോടാണ്, എത്ര സന്തോഷത്തോടാണ്, എത്ര സമാധാനത്തോടാണ്. ചില അവസ്ഥകൾ പോയി കാണുമ്പോൾ ഹൃദയം വേദനിക്കുകയാണ്. നമുക്കൊന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയാണ്. കിടക്കയിൽ കിടന്ന വ്യക്തിയോട് പറഞ്ഞു, യേശുവിൻ്റെ അടിപ്പിണരാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു കിടക്കുക. ഡോക്ടേഴ്സ് എല്ലാം വിധി എഴുതി, സർജറി അല്ലാതെ മറ്റു മാർഗമില്ല. ട്രിവാൻഡ്രത്തുള്ള വലിയ വലിയ ഡോക്ടേഴ്സെ കാണിച്ചു. അവരെല്ലാം വിധി എഴുതി, സർജറി അല്ലാതെ ഒരു മാർഗവുമില്ല. അവർക്ക് സർജറി ചെയ്യാൻ മാനസികമായി ബുദ്ധിമുട്ട്. നിങ്ങൾ പറഞ്ഞു,
യേശുവിൻ്റെ അടിപ്പിണരാൽ സൗഖ്യം വന്നിരിക്കുന്നു എന്ന് വിശ്വസിച്ച് കരങ്ങൾ വെച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക. കഴിഞ്ഞ ദിവസം അദ്ദേഹത്തെ കണ്ടപ്പോൾ വടിയില്ലാതെ എഴുന്നേറ്റ് നടന്നു ഞങ്ങളുടെ മുന്നിൽ. കർത്താവ് എത്ര വിശ്വസ്തനാണ്. ഡു യു ബിലീവ് that God can do miracle in our life? നിങ്ങളത് പൂർണ്ണമായി വിശ്വസിക്കുന്നുണ്ടോ? എൻ്റെ യേശു എന്നെ സൗഖ്യമാക്കുമെന്ന്. ഡോക്ടേഴ്സ് നല്ലതാണ്, അവർ നല്ല മനുഷ്യരാണ്, നല്ല അഡ്വൈസ് തരും, നല്ല മെഡിസിൻ തരും, അവർ നമ്മളെ ആശ്വസിപ്പിക്കും. അതിനൊക്കെ അപ്പുറമായി നമുക്കൊരു വിശ്വാസമുണ്ടോ? ഏറ്റവും വലിയ ഡോക്ടർ എൻ്റെ യേശുവാണ്. അവനാൽ അസാധ്യമായി എൻ്റെ ജീവിതത്തിൽ ഒന്നുമില്ല. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന, എനിക്ക് വേണ്ടി കരുതുന്ന ഒരു കർത്താവ് ഇന്നും ജീവിക്കുന്നു. അവൻ പിതാവിൻ്റെ വലത്തുഭാഗത്ത് ഇരുന്നു കൊണ്ട് എനിക്ക് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാൻ അവനെ ഓരോ ദിവസവും പല രൂപത്തിൽ വേദനിപ്പിച്ചുകൊണ്ടിരിക്കാം. ഒരു രൂപത്തിലല്ല, പല രൂപത്തിൽ എൻ്റെ യേശുവിനെ നമ്മൾ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ യേശു പിതാവിനോട് പറയും, പിതാവേ, ഒരു വർഷം കൂടെ നിൽക്കട്ടെ, ഫലം കായ്ക്കുന്നില്ല എങ്കിൽ വെട്ടി തീയിലിടാം. ഓരോ വർഷവും അങ്ങനെ നിർത്തി 70 അല്ലെങ്കിൽ 80. ഹല്ലേലൂയ. അബ്രഹാമിന് തന്റെ മകനുമായി യാഗത്തിന് പോകുന്നു, ആരാധനയ്ക്കായി പോകുന്നു. എന്താണ് ആരാധന? പാട്ടുകൾ പാടി മാത്രമാണോ ആരാധന? ഇല്ല. അബ്രഹാം ആരാധനയ്ക്ക് പോയത് എന്താണ്? തന്റെ മകനെ പൂർണ്ണമായി കർത്താവിന് കൊടുക്കുവാൻ, നമ്മെ തന്നെ പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുക്കുന്നതാണ് ആരാധന. അവരിങ്ങനെ പോകുമ്പോൾ മകന്റെ ഒരു ചോദ്യമുണ്ട്, അപ്പാ, ആടെവിടെ? വിറകുണ്ട്, ബാക്കിയെല്ലാം ഉണ്ട്, ആടെവിടെ? കർത്താവ് കരുതിക്കൊള്ളും മോനെ, ദൈവം കരുതിക്കൊള്ളും. അങ്ങനെ ആ മകനെ യാഗം കഴിക്കുവാനായി യാഗപീഠത്തിന് കിടത്തി. അബ്രഹാം കത്തികളെടുത്ത് മുകളിലേക്ക് ഉയർത്തി. തന്റെ ഓമനപുത്രനെ മേൽ കത്തി വയ്ക്കുവാനായി കത്തികൾ താഴോട്ട് വന്നുകൊണ്ടിരിക്കുമ്പോ ഒരു വിളി കേൾക്കാം, അബ്രഹാമേ, അബ്രഹാമേ. അവന്റെ മേൽ കത്തി വയ്ക്കരുത്. അബ്രഹാം തിരിഞ്ഞു നോക്കി. ഒരാട്ടുകൊറ്റനതാ അവിടെ. അന്നേരം വന്നതല്ല, അത് ദൈവം മുന്നുമേ കരുതിയിരുന്നതാണ്. ഒരാട്ടുകൊറ്റൻ. മകനെ, ദൈവം കരുതിക്കൊള്ളും. Are you worrying for your future? Are you worrying for your spiritual life? Are you worrying for your financial problems? നിങ്ങൾ എന്തിനാണ് ഇത്രയും വറി ചെയ്യുന്നത്? നിങ്ങൾ വിചാരപ്പെടുന്നത് കൊണ്ട് ഒരു മുഴം കൂട്ടുവാനോ കുറയ്ക്കുവാനോ കഴിയത്തില്ല. Trust in God and believe in Him 100% and surrender completely to Him. Your future is in His hands. കർത്താവിന്റെ കരങ്ങളിലേക്ക് നമ്മളെ പൂർണ്ണമായി ഒന്ന് ഏൽപ്പിച്ചു കൊടുത്തേ, നമ്മുടെ സർവ്വ കാര്യങ്ങളും അവൻ നടത്തി തരും. നമ്മൾ സ്വയമായി ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. ഏത് മനുഷ്യൻ ഉറച്ചു നിന്നാലും ഒരു ശ്വാസമത്രേ. ആ ശ്വാസം പോയാൽ ഞാൻ പെട്ടിയിലായി, മലമുകളിലേക്ക് പോയി, എന്നെ ആളെ കൊണ്ട് അടക്കും. കുറെ നല്ല വാക്കൊക്കെ ആൾക്കാർ പറയും, പക്ഷെ ഒരു കാര്യവുമില്ല. മരിച്ചു കഴിഞ്ഞ് എത്ര നല്ല വാക്ക് പറഞ്ഞാൽ എന്ത് കാര്യം? ഇപ്പോൾ പറയണം. ആ എബ്രഹാം നല്ല മനുഷ്യനായിരുന്നു. ആ വില്യം പാഷ നല്ല മനുഷ്യനായിരുന്നു. അബ്ദുൽ പാഷ നല്ല മനുഷ്യനായിരുന്നു. ചാക്കോ അങ്കിൾ നല്ല മനുഷ്യനായിരുന്നു. ഇവിടെ ഇരുന്ന എല്ലാ മനുഷ്യരുടെയും പേരുകൾ ചൊല്ലി ഓരോരുത്തർ പറയണം, നല്ല മനുഷ്യനായിരുന്നു, കർത്താവിന് കൊള്ളാവുന്നവനായിരുന്നു എന്ന് ദൈവമോടെ പറയണം. ദൈവം പറയണം, മകനെ, മകളെ, ഇവിടെ കയറി വരിക, ഞാൻ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന ഒരു ഭവനം ഇവിടെയുണ്ട്. കൂടാരമായ ഭവനം. അഴിഞ്ഞുപോയാൽ കൈപ്പണിയല്ലാത്ത ഒന്ന് സ്വർഗത്തിൽ നമുക്ക് വേണ്ടി ദൈവം കരുതിയിരിക്കുന്നു. അബ്രഹാമിന് കരുതി പോലെയല്ല, നോഹയ്ക്ക് കരുതി പോലെയല്ല, ഏലിയാവിന് വേണ്ടി കരുതി പോലെയല്ല. ഏലിയാവിന് ക്ഷാമകാലത്ത്
കാക്കയെ കൊണ്ട് ദൈവം ആഹാരം കൊടുത്തു. സാരാഭത്തിലെ വിധവയെ കൊണ്ട് അപ്പവും വെള്ളവും കൊടുത്തു. മാത്രവുമല്ല, യെസബേലിനെ പേടിച്ച് ചൂരച്ചടി കീഴിൽ ഓടിപ്പോയി പാർത്ത ഏലിയാവിന് ദൈവം ദൂതനെ അയച്ചു. പ്രിയ ദൈവമക്കളെ, നമ്മൾ നനച്ചിരിയാത്ത സമയത്ത്, നമ്മൾ വേദനപ്പെട്ട് ഓടി നടക്കുന്ന സമയത്ത്, കണ്ണുനീരിന്റെ അവസ്ഥയിൽ ഇരിക്കുമ്പോ, പ്രതികൂലങ്ങളുടെ മധ്യേ ഇരിക്കുമ്പോ, സാഹചര്യം നമുക്ക് അനുകൂലമല്ലാതിരിക്കുമ്പോ, എന്ത് ചെയ്യണമെന്നറിയാതെ ചില സാഹചര്യങ്ങൾ വഴിമുട്ടി നിൽക്കുമ്പോൾ, യേശുവേ, ആ വഴികരികെ ഇരുന്നുകൊണ്ട് ആ കുരുടൻ ഒന്ന് വിളിച്ചു, യേശുവേ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ. സറണ്ടർ. ഹി സറണ്ടർഡ് കംപ്ലീറ്റ്ലി. നമുക്കൊന്ന് സറണ്ടർ ചെയ്യാൻ പറ്റുമോ? യേശുവേ, എന്നോട് കരുണ തോന്നണമേ. അങ്ങ് എനിക്ക് വേണ്ടി കരുതിയിരിക്കുന്നത് എൻ്റെ കരങ്ങളിലേക്ക് തരണമേ. ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തു. അന്ന് തന്നെ നമുക്ക് വേണ്ടതെല്ലാം കർത്താവ് കരുതിയിരുന്നു. ഏദൻ തോട്ടത്തിൽ ആദാമിനെയും ഹവ്വയെയും ദൈവം സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ എവരിതിങ് വാസ് ക്രിയേറ്റഡ് ഫോർ ദം. എല്ലാം കർത്താവ് സൃഷ്ടിച്ചു വെച്ചിരുന്നു അവിടെ. പ്രിയ സ്നേഹിത, പ്രിയ ദൈവവൈതലേ, പ്രിയ സഹോദരി സഹോദരങ്ങളെ, നമുക്ക് വേണ്ടി അവൻ സർവ്വതും കരുതിയിട്ടുണ്ട്. സർവ്വതും, എവരിതിങ് ഈസ് ദെയർ. നമ്മൾ എന്ത് ചെയ്യണം? നമ്മളത് യാചിപ്പീൻ, എന്നാൽ നിങ്ങൾക്ക് കിട്ടും, മുട്ടുവീൻ, തുറക്കപ്പെടും. നിങ്ങൾക്ക് വേണ്ടത്, ആവശ്യമുള്ളത് ഇന്നതെന്ന് നിങ്ങൾ യാചിക്കും മുമ്പേ കർത്താവ് അറിയുന്നു. നമ്മൾ നനയ്ക്കുന്നതിന് മുമ്പേ, ചിന്തിക്കുന്നതിന് മുമ്പേ സൗഖ്യം അവന്റെ ദാനമാണ്. അത് കർത്താവ് നമുക്ക് വേണ്ടി കരുതിയിട്ടുണ്ട്. പ്രോസ്പെരിറ്റി ദൈവത്തിന്റെ ദാനമാണ്. അത് കർത്താവ് നമുക്ക് വേണ്ടി കരുതിയിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിന്റെ ഓരോ മിനിറ്റുകളും ദൈവത്തിന്റെ ദാനമാണ്. ദൈവം നമുക്ക് വേണ്ടി ഇത് കരുതിയിരുന്നതാണ്. പ്രിയമുള്ളവരെ, വിശ്വസിക്കുക. വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. മരിച്ച് ലാസറസിനെ ഉയർപ്പിച്ച കർത്താവ്, ലാസറസേ, പുറത്തു വരിക. നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥയിൽ നിന്ന് ഇന്ന് പരിശുദ്ധാത്മാവ് നമ്മോട് വിളിച്ചു വരുന്നു. Come out, come forth. പുറത്തു വരിക. എന്തിൽ നിന്ന്? ചട്ടക്കൂട്ടുകളിൽ നിന്ന്. എന്തിൽ നിന്ന്? അവിശ്വാസങ്ങളിൽ നിന്ന്. എന്തിൽ നിന്ന്? വചനത്തിന്റെ അനുസരണക്കേടിൽ ജീവിക്കുന്നതിൽ നിന്ന് പുറത്തു വരിക. കെട്ടുകൾ അഴിയണം. നമ്മുടെ ജീവിതത്തിന്റെ കെട്ടുകൾ അഴിയണം. പാരമ്പര്യത്തിന്റെ കെട്ടുകൾ അഴിയണം. ദുരുപദേശങ്ങളുടെ കെട്ടുകൾ അഴിയണം. യേശുവിലേക്ക് പൂർണ്ണമായി ലയിച്ചു ചേരണം. ഞാൻ ക്രിസ്തുവിലും ക്രിസ്തു എന്നിലും ആകണം. അപ്പോൾ യേശുവിന്റെ സ്വഭാവമുള്ളവരായി മാറും. അതാണ് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ക്രൈസ്റ്റ് ലൈക്ക് ലൈഫ്, ക്രൈസ്റ്റ് ലൈക്ക് ക്യാരക്ടർ. യേശുവിന്റെ സ്വഭാവം, യേശുവിനെ പോലുള്ള ജീവിതം, യേശുവിലായി ജീവിക്കുക. അവിടെ എന്തുണ്ട്? ഞാൻ എന്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. The peace of God will come enter into us and we live peacefully. ദൈവത്തിന്റെ ആ സമാധാനം നമ്മളിലേക്ക് വരുമ്പോൾ നമ്മൾ സന്തോഷത്തോടെ ജീവിക്കും. എത്ര കോടി രൂപ ഉണ്ടെങ്കിലും സമാധാനവും സന്തോഷവും ഇല്ലെങ്കിൽ ഒന്നുമില്ല. പ്രിയമുള്ളവരെ, ഇന്ന് ചിന്തിക്കേണ്ട സമയമാണ്. അവൻ നമുക്കായി കരുതുന്നവനാകിയാൽ സർവചിന്താകുലങ്ങളും അവന്റെ മേലിട്ടുകൊള്ളുക. പ്രവാചക ശിശുയുടെ ഭാര്യയ്ക്ക് തന്റെ പ്രവാചകൻ മരിച്ചുപോയി, ഭർത്താവ് മരിച്ചുപോയി. ഒരു നിവൃത്തിയുമില്ല, കടമാണ് മുഴുവൻ. അവിടേക്ക് കർത്തൃദാസൻ ചെന്നു, നിനക്ക് എന്താണ് ആവശ്യം? എനിക്ക് ആവശ്യമുള്ളത്, ഞാൻ കടം കയറി നശിക്കാറായി, എന്റെ കുഞ്ഞുങ്ങൾ പോലുമില്ല, അവരെ പകരം കുഞ്ഞുങ്ങളെ പിടിച്ചുകൊണ്ടുപോയി. അവന്റെ ജീവിതത്തിന് ആവശ്യമായ എണ്ണ, എവിടുന്ന് വന്ന എണ്ണ? ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്. കലങ്ങളിലേക്ക് എണ്ണ പാത്രം കൊണ്ടുവരാൻ പറഞ്ഞു. പാത്രം കൊണ്ടുവന്നു, പാത്രങ്ങൾ നിറച്ച് എണ്ണ. എന്തൊരു അസാധ്യമായ കാര്യമാണ്. നമ്മളിവിടെ പാത്രം നിറച്ചു വെച്ച് എണ്ണ വരട്ടെ എന്ന് പറഞ്ഞാൽ വരുമോ? വരണം. അതാണ് വിശ്വാസം. വിശ്വാസത്തോടെയും മലയോട് മാറിക്കടലിലേക്ക് പോകാൻ പറഞ്ഞ പോണം.
ദാറ്റ് ഈസ് ദ ഫെയ്ത്ത്. അഞ്ചപ്പവും 2 മീനും കൊണ്ട് 5000-ത്തിലധികം ജനത്തെ കർത്താവ് പോഷിപ്പിച്ചില്ല. വിശന്നു വന്നതായ ജനത്തോട് ദൈവത്തിന്റെ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ശിഷ്യന്മാർ പറഞ്ഞു, ഇവരെ പറഞ്ഞയക്ക. യേശു പറഞ്ഞു, വേണ്ട, നിന്റെ കയ്യിൽ എന്തുണ്ട്? എൻ്റെ 5 അപ്പവും 2 മീനും കൊണ്ടുവരാൻ പറഞ്ഞു. കർത്താവ് സ്വർഗത്തിലേക്ക് നോക്കി വാഴ്ത്തി അനുഗ്രഹിച്ച് എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞ് 12 കൊട്ടയധികം. കരുതുന്ന ഒരു ദൈവത്തിന്റെ അത്ഭുതമാർന്ന ശക്തി അനുഭവിച്ചറിയണം. എത്ര പേര് അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്? ദൈവത്തിന്റെ ശക്തി അനുഭവിച്ചറിഞ്ഞിട്ടുള്ളവർ ഒന്ന് കരങ്ങളെ പറ്റി ഒരു ഹല്ലേലൂയ പറഞ്ഞാണ്. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ജീവിതത്തിൽ ഞാൻ ചിലപ്പോൾ പറയാറുണ്ട്, ഞാൻ കടന്നുപോയ വഴികൾ വിസ്തരിച്ചാൽ എത്ര ദിവസങ്ങൾ കഴിഞ്ഞാലും കഴിയില്ല. നമുക്ക് വേണ്ടി കർത്താവ് എല്ലാം ചെയ്തിട്ടുണ്ട്. He did everything on the cross. He said it is finished. You don't have to do anything. നിനക്ക് ഒന്നും ഇവിടെ കിടന്ന് കഷ്ടപ്പെടേണ്ട, ഇങ്ങനെ കിടന്ന് ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. കർത്താവ് പറഞ്ഞ എല്ലാം ഫിനിഷായി. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 1 മുതൽ 3 വരെ വായിക്കുമ്പോൾ, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് ഒരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് എൻ്റെ അടുക്കൽ നിങ്ങളെ ചേർത്തു. കർത്താവ് നമുക്ക് വേണ്ടി ഈ ഭൂമിയിലെ ഭക്ഷണങ്ങളും സൗകര്യങ്ങളും മാത്രമല്ല, നമുക്ക് വേണ്ടി ഒരു പുതിയ ഭവനം കരുതിയിരിക്കുന്നു. കർത്താവ് നമുക്ക് വേണ്ടി പുതിയൊരു തേജസ്കരിക്കപ്പെട്ട ശരീരം കർത്താവ് കരുതിയിരിക്കുന്നു. 1 പത്രോസ് 1-ാം അധ്യായത്തിന്റെ 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, അന്ത്യകാലത്ത് വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവയില്ലാത്ത അവകാശത്തിനായി തന്നെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. ക്ഷയം, മാലിന്യം, വാട്ടമില്ലാത്ത ഒന്ന് സ്വർഗത്തിൽ നമുക്ക് വേണ്ടി കർത്താവ് കരുതിയിരിക്കുന്നു. അത് അവിടെ ചെല്ലുമ്പോൾ നമുക്ക് ലഭിക്കും. പൗലോസ് പ്രകാരം പറഞ്ഞു, ഓട്ടം തികച്ച് വിശ്വാസം കാത്തു എന്താ വെച്ചിരിക്കുന്നു? നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. എത്ര പേർക്ക് അങ്ങനെയൊന്ന് പറയാൻ പറ്റും? നമ്മളെല്ലാം ഓട്ടം തുടങ്ങിയിട്ട് എത്രയോ വർഷങ്ങളായി. ഈ ആത്മീയ ജീവിതത്തിലെ ഓട്ടം തുടങ്ങിയിട്ട് എത്ര വർഷമായി? 50 വർഷം, 60 വർഷം, 70 വർഷം, 80 വർഷം. നമുക്ക് എഴുന്നേറ്റ് ധൈര്യമായിട്ട് പറയാൻ പറ്റുമോ? ഞാൻ വിശ്വാസം കാത്തു, എന്റെ ഓട്ടം ഞാൻ തികച്ചു, നീതിയുടെ കിരീടം എനിക്കായി സ്വർഗത്തിൽ വെച്ചിരിക്കുന്ന പ്രാപിപ്പാനായി ഞാൻ പോവുകയാണ്. ധൈര്യത്തോടെ പറയുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കണം. ദൈവം സ്വർഗത്തിൽ കരുതി വെച്ചിരിക്കുന്നത് അൺഇമാജിനബിൾ, അൺപ്രെഡിക്റ്റബിൾ, അൺതിങ്കബിൾ, ഒരിക്കലും ചിന്തിക്കാൻ കഴിയത്തില്ല, നമ്മുടെ ഹൃദയത്തിൽ തോന്നാത്തതുമാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അവൻ നമുക്കായി കരുതുന്നവനാകിയാൽ സർവ്വചിന്താകുലങ്ങളും ക്രിസ്തുവിന്റെ മേൽ ഇട്ടുകൊള്ളുക. കൂടാരമാകുന്ന ഈ ഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി സ്വർഗത്തിൽ ദാനമായ ഒരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിൽ ദൈവം ഒരുക്കുന്നുണ്ട്. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല എന്ന് സങ്കീർത്തനക്കാരൻ പറഞ്ഞു. കുരിയിൽ താഴ്വരയിൽ കൂടെ നടന്നാലും ഒരനർത്ഥവും ഭാവിക്കുകയില്ല. എൻ്റെ ശത്രുക്കൾക്കാകെ നീ എനിക്ക് വിരുന്നൊരുക്കുന്നു, എൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. Are you born again? Are you born again Christians? നിങ്ങൾ വീണ്ടും ജനിച്ച ക്രിസ്ത്യാനിയാണോ? നിങ്ങളുടെ പാവങ്ങൾ കർത്താവിന്റെ കാൽവരി ക്രൂശിലെ രക്തത്താൽ കഴുകപ്പെട്ടതാണോ? നമ്മൾ ദൈവത്തിന്റെ വചനം അനുസരിച്ചാണോ ജീവിക്കുന്നത്? 100%? കർത്താവിൽ 100% വിശ്വാസമുണ്ടോ? അബ്രഹാമിനെ പോലെ
കർത്താവ് നമുക്കായി വീണ്ടും വരുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ഒരു സ്വർഗവും നരകവും ഉണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്നുവോ? ആ നിത്യതയിലേക്ക് നമുക്ക് പോകാൻ സാധിക്കും എന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ടോ? Do you believe that there is a final judgment? നമുക്കൊരു ജഡ്ജ്മെന്റ് അവസാനമുണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ടോ? യേശു നമ്മളെ ചേർക്കാൻ വീണ്ടും വരുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല എങ്കിൽ ഇന്ന് യേശു നമ്മളെ വിളിക്കുകയാണ്. ഒരിക്കൽ കൂടി യേശു നമ്മളെ വിളിക്കുകയാണ്. മടങ്ങി വരാ സഹോദര, മടങ്ങി വരൂ സഹോദരി, മടങ്ങി വരൂ കുഞ്ഞുങ്ങളെ. ദിസ് ഈസ് ദി ലാസ്റ്റ് ടൈം ഫോർ അസ്. നമ്മളെ യേശു വിളിക്കുകയാണ്. നിങ്ങളുടെ സർവ്വ ചിന്താകുലങ്ങളും എൻ്റെ മേലിട്ട് കൊള്ളുക, ഞാൻ നിങ്ങളെ പുലർത്തും. ഇന്നു മുതൽ എന്നേക്കും നിങ്ങളുടെ അവസാനം വരെ പുലർത്തുന്നൊരു കർത്താവ്. ആ കർത്താവിൽ നമുക്ക് ആശ്രയിക്കാം. പൂർണ്ണമായി കർത്താവിലേക്ക് നമ്മളെ സമർപ്പിക്കാം. ഗോഡ് ബ്ലസ് യു ഓൾ വിത്ത് ദിസ് വേർഡ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.